ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الأرواح جنود مجندة ما تعارف ائتلف وما تناكر اختلف. رواه البخاري. والصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني يا رسول الله يا صاحب الوقت. جبهتي تحت نعالكم أعظ بكم نيابة عنكم يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, എന്റെ കരളിന്റെ കെട്ടുകളായ മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, അൽ മദീന എന്ന് പറയുമ്പോൾ തന്നെ നാം ഓർക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീനതി കമാ തറിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. തീർച്ചയായും ഈമാൻ അഥവാ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം ലയറിസു ഇലൽ മദീനത്തി, അൽ മദീനത്തുൽ മുനവ്വറ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മദീന മുനവ്വറയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. ഏത് മുഅ്മിനിന്റെയും ഹൃദയം മദീന മുനവ്വറയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. കമാ തഅരിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് മടയിൽ നിന്ന് പുറത്തിറങ്ങി ആവശ്യമായതൊക്കെ പെറുക്കിയെടുത്ത് ഭക്ഷിച്ച് കഴിഞ്ഞാൽ ഉടനെ ആ മാളത്തിലേക്ക് തന്നെ പോകണം എന്ന് പാമ്പ് ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്ന അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്താലും എനിക്ക് മദീനയിലേക്ക് തന്നെ പോകണം, മദീനയിലേക്ക് എത്തണം എന്ന് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മദീന മുനവ്വറയുടെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അൽ മദീന എന്ന് പേര് വെച്ച സ്ഥാപനമാണ് ഇത്. ഈ സ്ഥാപനം ആ മദീനയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും പറഞ്ഞു പ്രചരിപ്പിക്കേണ്ട.
അൽ മദീനത്തുൽ മുനവ്വറ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ രാജ്യം, ലോകത്ത് വെച്ച് ആകാശത്തിലും ഭൂമിയിലും ഉള്ള എല്ലാ സ്ഥലങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ ശരീഫ് ആണ്. ഇതിൽ ഉലമാക്കൾക്കിടയിൽ തർക്കം ഇല്ല. ദുഷിച്ച മണം വരുന്നു, ദുർഗന്ധം വരുന്നു. അങ്ങനെ മദീനത്ത് കടന്ന ഉടനെ മദീനം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കാതെ ഈ രോഗത്തിന് ചികിത്സയായി എല്ലാ വൈദ്യരെയും ഡോക്ടർമാരെയും കൊണ്ടുവന്ന് ചികിത്സിക്കുന്നതോറും അവന്റെ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന ഈ ദുർഗന്ധത്തിന്റെ പേരിൽ രാജാവിന്റെ കൂടെയുള്ള ആളുകളൊക്കെ മാറി 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 പോകാൻ തുടങ്ങി. സ്വന്തം ഭാര്യ പോലും, പ്രൈവറ്റ് സെക്രട്ടറിമാര് പോലും അവിടേക്ക് വരാൻ മടിച്ചു തുടങ്ങി. ചികിത്സ ചെയ്തിട്ട് പ്രയോജനമില്ല. ആ സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ്, നിങ്ങൾ ഇത്രയുമെല്ലാം ചികിത്സ ചെയ്തു, യാതൊരു ഫലവും കണ്ടില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അത് നിങ്ങൾ സ്വീകരിക്കുമോ? എങ്കിൽ നിങ്ങളുടെ രോഗം മാറും. ഉടനെ പറയൂ. പറഞ്ഞു. എന്താണ് പറയുന്നത്?
ഈ മദീന എന്ന രാജ്യം അമ്പിയാക്കളുടെ അവസാനത്തെ നബിയായ, അവസാനത്തെ റസൂലായ, ഖാതിമുർ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വരാൻ അള്ളാഹു നിശ്ചയിച്ച സ്ഥലമാണ്. അവിടുത്തെ ഹിജറയുടെ സ്ഥലമാണിത്. ഈ സ്ഥലം നിങ്ങൾ പിടിച്ചെടുക്കാൻ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രോഗമുണ്ടായത്. ഉടനെ നിങ്ങൾ ഇവിടുന്ന് പിന്മാറിക്കൊള്ളണം, എന്നാൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാവുകയില്ല. ഇത് പറഞ്ഞപ്പോൾ രാജാവ് തീരുമാനിച്ചു മദീന പിടിച്ചെടുക്കുന്നില്ല, പിന്മാറുകയാണ്. ഉടനെ പുറത്തോട്ട് കടന്ന ഉടനെ അവന്റെ രോഗം മാറുന്നു. ആ സമയം രാജാവിന്റെ കൂടെ വന്നിരുന്ന ചില പണ്ഡിതന്മാരും ചില പ്രധാനികളും പറഞ്ഞു, ഞങ്ങൾ ഏതായാലും ഇനി നാട്ടിലേക്ക് മടങ്ങുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വരുന്ന സ്ഥലം ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഭരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു രാജാവിനോട് സമ്മതം ചോദിച്ചു. ആ സമയത്ത് രാജാവ് സമ്മതം കൊടുക്കുക മാത്രമല്ല, അദ്ദേഹം പറയുന്നു, അങ്ങനെയാണ് എങ്കിൽ ആ നബി ഹിജറ വന്നാൽ താമസിക്കാനുള്ള ഒരു വീട് എന്റെ വകയായി നിർമ്മിച്ചു വെക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് മദീനയിൽ ഒരു വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ 700 കൊല്ലം മുമ്പ് നിർമ്മിക്കുകയും ആ വീടിന്റെ നാദിറായി ഒരു വ്യക്തിയെ നിശ്ചയിക്കുകയും ചെയ്തു. ആ നാദിറിന് ശേഷം മറ്റൊരാള് വന്ന് ആ വീട്ടിന്റെ നാദിർ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വരുമ്പോഴുള്ള നാദിർ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബിയാണ്. അബൂ അയ്യൂബുൽ അൻസാരിയുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള വീട് അല്ല, മറിച്ച് ഇങ്ങനെ അതിന്റെ നവാറത്ത്, അതിന്റെ മേൽനോട്ടം വഹിക്കാൻ പാരമ്പര്യമായി വന്നിട്ടുള്ള വീടാണ്. ഈ വീട്ടിൽ അബൂ അയ്യൂബുൽ അൻസാരി താമസിക്കുന്നു. അതാ മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ എല്ലാ ആളുകളും ആവശ്യപ്പെടുന്നു, ഞങ്ങളെ വീട്ടിലേക്ക് വരണം, ഞങ്ങളെ വീട്ടിൽ ഇറങ്ങണം. അവിടുന്ന് പറഞ്ഞു, എന്റെ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെയത മദീനയിലെ ജനങ്ങള് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുന്നു. അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഅ റസൂലുള്ളാഹി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഅ നബിയുല്ലാഹി, ജാഅ ഹബീബുല്ലാഹി എന്നിങ്ങനെ വലിയ ആളുകൾ തക്ബീർ ചൊല്ലി സ്വീകരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ അതാ ത്വലഅൽ ബദ്റു ചൊല്ലിക്കൊണ്ട് ബൈത്ത് ചൊല്ലിക്കൊണ്ട് റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നു. സ്വീകരിച്ച് അതാ എല്ലാവരും ആവശ്യപ്പെട്ടെങ്കിലും ഒരു സ്ഥലത്തും ഇറങ്ങാതെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുമ്പിലെത്തിയപ്പോൾ ഒട്ടകം അവിടെ മുഖത്തോടെ ഇറങ്ങുന്നു, ആ വീട്ടിൽ താമസിക്കുന്നു. ഈ വീട് 700 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നിർമ്മിച്ച് കാത്തു നിൽക്കുന്ന വീടായിരുന്നു. അങ്ങനെ ആ മദീന മുനവ്വറയില് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ സമ്മേളനത്തിൽ മദീന മുനവ്വറയിലേക്ക് ആഗ്രഹമുള്ള ഒരാപണം, അവിടത്തേക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളും
മാത്രമല്ല പലപ്പോഴും മീറ്റിംഗ് കൂടും അവിടെ. റസൂലുള്ളാഹിന്റെ അധ്യക്ഷതയിൽ യോഗങ്ങൾ നടക്കും, സമ്മേളനങ്ങൾ നടക്കും. ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും. ഇല്ല, നിങ്ങളെ ഈ ശരീരം ഇല്ല, ഇപ്പോൾ ഇവിടെ യോഗം ചേരുന്നില്ലേ, ഇവിടെ സമ്മേളനം നടത്തുന്നില്ലേ? എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചു, അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ. അൽ അർവാഹു, റൂഹുകൾ, ജുനൂദുൻ മുജന്നദത്തുൻ, അവർ സമ്മേളിക്കുന്ന സൈന്യങ്ങളാകുന്നു. മനുഷ്യന്മാരുടെ റൂഹ് സമ്മേളിക്കുന്നു. എന്നിട്ടോ സമ്മേളിക്കുമ്പോ ആ സമ്മേളിക്കുന്നതിൽ മരിച്ചവരുടെ റൂഹുകൾ ഉണ്ടാകും, ഹയാത്തുള്ളവരുടെ റൂഹും ഉണ്ടാകും. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ റൂഹുകൾ എല്ലാം ആ സമ്മേളനത്തിൽ സംബന്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ തആറഫ ഇഖ്തലഫ. ആ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടുന്ന സമ്മേളനം നടക്കുന്ന സമയത്ത് മഅരിഫത്തുള്ള ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്നു. മുമ്പ് മഅരിഫത്ത്, തമ്മിലുള്ള പരിചയം, റസൂലുള്ളാഹിനെ പരിചയം ഒരു അർത്ഥപ്രകാരം, മറ്റൊരു അർത്ഥപ്രകാരം അവർ തമ്മിലുള്ള പരിചയം, ആ പരിചയവും ബന്ധവും ഉള്ള ശരിയായ ഹൃദയത അവർ ഒരുമിച്ച് കൂടും. വമാ തനാക്കറ, എന്ത് ഇതൊക്കെ പറയുന്നത് ശരിയല്ല, അത് കളവാണ്, അത് കളവാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നിഷേധിക്കുകയും എല്ലാം തള്ളിക്കുകയുന്നോ? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് തന്നെ എത്ര അത്ഭുതം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ വിക്കരിക്കുമ്പോൾ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞതിൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ എന്താണ്? നിങ്ങളുടെ സീനത്ത്, ഭംഗി, അത് നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ ഭംഗിയാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ ഭംഗിയാണ് വസ്ത്രം. ഈ ശരീരത്തിന് നാം വസ്ത്രം ധരിപ്പിക്കുന്നു. ഈ ശരീരത്തിന് ദാഹിക്കുന്ന സമയത്ത് നാം വെള്ളം കൊടുക്കുന്നു, വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു, രോഗം വരുമ്പോൾ ചികിത്സ കൊടുക്കുന്നു. എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ആത്മാവിന് ചികിത്സ വേണം, ആത്മാവിന് വെള്ളം വേണം, ആത്മാവിന് വെളിച്ചം വേണം, ആത്മാവിന് മരുന്ന് വേണം. അത് പഠിപ്പിക്കാനാണ് നമ്മുടെ അൽമദിയയും ജാമിയ സഅദിയയും സയ്യിദ് ബദരി സയ്യിദ് ബദരി കോളേജും മർക്കസ് തഖാഫത്ത് സുന്നിയയും അങ്ങനെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നത് നമ്മുടെ ആത്മാവിന് വെളിച്ചം കൊടുക്കാൻ, ആത്മാവിന് മരുന്ന് കൊടുക്കാൻ, ആത്മാവിന് ഭക്ഷണവും വെള്ളവും കൊടുക്കാനാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിലോ ഇങ്ങനെ ഒരു സാധനമായി നടക്കും, ജീവനില്ലാത്ത സാധനം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ആ ഇൽമു, നാഫിയായ ഇൽമു, മഹത്തായ ഇൽമു, അത് മുസ്ലിമിന്റെ ജീവനാണ്, ഇസ്ലാമിന്റെ ജീവനാണ്. ആ നാഫിയായ ഇൽമു ഇല്ലെങ്കിലോ അവൻ പ്രതിമകളാണ്. റോട്ടിൽ കാണാം പ്രതിമകൾ ഉണ്ടാക്കി വെക്കും. ഇന്ത്യ രാജ്യത്തിന്റെ വലിയ തലവന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്, രാജാക്കന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്.
പൂയുടെ ഇലവുകൾ ഉണ്ടാക്കി വെക്കാറും. പ്രിയസരങ്ങളെ, ആ പ്രതിമകളിലെല്ലാം കാക്കയും കഴുകനും വന്ന് തലയിൽ ഇരുന്ന് ചുമലിലേക്ക് കാഷ്ടിക്കുന്നത് നമുക്ക് കാണാം. എന്താണ്? ആ പ്രതിമകൾക്ക് ജീവനില്ല. അതുപോലെ ഇപ്പോൾ ചില പണ്ഡിത സഭയും ചില ആളുകളൊക്കെ തുടങ്ങിയിരിക്കുന്നു, പഴയ ആലിമ്യങ്ങളെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ റോട്ടുമലൊക്കെ പ്രദർശിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഞാനും ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങളും സുള്ളിയത്തൊരു സമ്മേളനത്തിന് പോയപ്പോ അവിടെ ഞങ്ങൾക്കൊരു സ്വീകരണം വെച്ച അത് പോയപ്പോ ഞങ്ങളുടെ ഫോട്ടോ അവിടെ ഒന്ന് കുറച്ച് സ്ഥലത്ത് വെച്ചതായിട്ട് ഞങ്ങൾ കണ്ടു. അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഇനി മേലിൽ ഞങ്ങളുടെ ഫോട്ടോകൾ അങ്ങനെ പ്ലസുകളായി വെക്കാൻ പാടില്ല. അതേസമയത്ത് പണ്ഡിത സഭകൾ പഴയ ആലിമ്യങ്ങള് വലിയ 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 ആളുകളുടെ ഫോട്ടോകളൊക്കെ ഉണ്ടാക്കി റോട്ടിന്റെ പക്കത്ത് ഇങ്ങനെ വെക്കും. ബസ് വരുമ്പോ വെള്ളം ചളിയും കൂടി മുഖത്തേക്ക് ഒരൊറ്റ അടി, ചളിയും വെള്ളവും ഒന്നായി മുഖത്തേക്ക് അടിക്കുന്നു. അതുപോലെ കാക്കയും കഴുകനും വന്നിട്ട് കാഷ്ടിക്കുന്നു. എന്തുകൊണ്ടാണത്? അതൊരിക്കലും പാടില്ലാത്തതാണ്. ഏതായിരുന്നാലും ഈ പ്രതിമകളിൽ ഇതുകൊണ്ട് കാഷ്ടിക്കുന്നത്, പക്ഷികൾ വന്നിരിക്കുന്നത് അവർക്കൊരു പേടിയില്ല, ജീവനില്ലാത്തത് കൊണ്ട്. അതേസമയത്ത് 2 വയസ്സുള്ള ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ ആ കുട്ടിയുടെ മുൻഭാഗത്ത് ഒരു ഭക്ഷണ സാധനം വെച്ചു കൊടുത്താൽ കാക്ക വന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ച് മെല്ലെ ഒറ്റക്കൊത്തും കൊത്തി ഓടിപ്പോവുകയല്ലാതെ ആ കുട്ടിയുടെ തലയിൽ കയറി കാക്കച്ചിരിക്കൂല. എന്താണ്? ജീവനുണ്ട്. കുട്ടിക്ക് പിടിക്കാൻ കഴിവൊന്നും വേണ്ട. ജീവനുണ്ടോ എന്നാൽ പേടിയാണ്. അതുകൊണ്ട് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ആ മഹത്തായ ഇൽമ് അഥവാ ഇൽമിനെ ബഹുമാനിക്കുന്ന ഇൽമ്, ഉസ്താദുമാരെ ബഹുമാനിക്കുന്ന ഇൽമ്, വലിയവരെ ബഹുമാനിക്കുന്ന ഇൽമ്, ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഇൽമ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഇൽമ്, അതുവഴി അല്ലാഹുവിനെ പേടിക്കുകയും അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുകയും ചെയ്യുന്ന ഇൽമ്, അതാണ് നാഫിയായ ഇൽമ്. ആ ഇൽമ് ഹയാത്തുൽ ഇസ്ലാം, അതാണ് മുസ്ലിമിന്റെ ജീവൻ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കാണുമ്പോൾ അതൊരു കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. നേരത്തെ ഹുസൈൻ സാഹിബ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു LP മദ്രസ പോലും ഉണ്ടാക്കാത്തവരാ സ്റ്റേജുമ കയറിയിട്ട് ഭയങ്കര കുറ്റം ഇങ്ങനെ പറഞ്ഞു. അൽമദീനയിൽ അതുണ്ട്, ഇതുണ്ട്, അതുപോരാ, ഇതുപോരാ. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ അതുണ്ട്, ഇതുപോരാ. ഈ കുറ്റം ഇങ്ങനെ പറയുന്നവനാരാ? അവന്റെ ജീവിതത്തിൽ ഒരു LP മദ്രസ ഉണ്ടാക്കിയിട്ടില്ല. വാശിയും തർക്കവും മൂത്തു. സുബ്ഹാനല്ലാഹ്. ഇപ്പോ പണ്ട് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി വഫാത്തായ സമയത്ത് ജനാസ കുളിപ്പിച്ചു കൊണ്ടുവന്ന് വെച്ച് പെട്ടെന്നൊരാള് നിക്കരിക്കാൻ നിന്നിട്ട് വേറെയുള്ള ആരോ നിക്കരിച്ചാളോ നോക്കുമ്പോ എവിടെയാ മയ്യത്ത് അവിടെ കിടക്കുന്നു, നിക്കരിക്കാൻ നിൽക്കുന്നത് ഇപ്പടാ. ഞാനാ പറഞ്ഞു കൊടുത്തു, അല്ല അത് മയ്യത്ത് അവിടെയെല്ലാം ഇവിടെയുള്ളു, ഇങ്ങോട്ട് നിൽക്കണോ? പിന്നെ മയ്യത്തിന് നേരെ നിൽക്കുന്നത് അത് തിരക്കോട്ട് വേറെ ആരോ നിക്കരിച്ചാലും കൊല്ലപ്പെടും. അതുപോലെ ഇപ്പോ വലിയൊരു പണ്ഡിതൻ മരണപ്പെട്ടു. ആ പണ്ഡിതന്റെ മയ്യത്ത് നിക്കരിച്ചത് പ്രസിഡന്റ് തന്നെയാണ്. മുഖം മറച്ചിട്ടില്ല. ഫോട്ടത്തിൽ പത്രത്തിൽ കണ്ടതാ, ഉള്ളതില്ല എനിക്കറിയില്ല. അത് മറച്ചിട്ട് പിന്നെ രണ്ടാമത് നിക്കരിച്ചതൊന്നും എനിക്കറിയില്ല. പത്രത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. മുഖം മറക്കാതെ ഒരു വലിയ ആലിമിന്റെ മയ്യത്ത് മറ്റൊരു വലിയ ആലിമാന്ന് പറയുന്ന ആള് നിക്കരിക്കുന്നു. ഇതൊക്കെ എവിടുന്ന് വരുന്നു?
വാശിയുടെയും തർക്കത്തിന്റെയും പേരിൽ വരുന്നു. അതുകൊണ്ട് മാന്യമുഅ്മിനീകളെ, അങ്ങനെ വാശി പിടിക്കേണ്ട മതമല്ല നമ്മുടെ ദീന്, വാശി പിടിക്കേണ്ട കാലമല്ല നമ്മുടെ കാലം. നമ്മുടെ ദീൻ ഒരിക്കലും തർക്കത്തിലുള്ള ദീനല്ല. നാം ഒറ്റക്കെട്ടായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് കഴിച്ചാൽ പിന്നെ മഹബ്ബത്ത് വെക്കേണ്ടതാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കുന്നവർ ആണ്. അല്ലാഹുവിന്റെ പ്രിയം കഴിച്ചാൽ മഖ്ലൂഖുകളെ കൂട്ടത്തിൽ വെച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കണം. പ്രിയം വെക്കുന്നു എന്ന് വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, അവിടത്തോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ പ്രിയമുണ്ടാവുകയും അതേ സമയത്ത് അവിടുന്ന് പഠിപ്പിച്ചു തന്ന മാതൃക നാം സ്വീകരിക്കുകയും വേണം. നിങ്ങൾ നോക്കൂ, അഖ്റബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യന്മാരിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ ആരാണ്? അഹ്സനുഹും അഖ്ലാഖൻ, നല്ല സ്വഭാവമുള്ളവരാണ്. ചീത്ത പറയുന്നവരല്ല, തെറി പറയുന്നവരല്ല, കളവ് പറയുന്നവരല്ല. അഥവാ ഒരു സഹോദരനിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു പോയാൽ തന്നെ അദ്ദേഹത്തെ രഹസ്യമായി വിളിച്ച് ഉപദേശിച്ചു കൊടുക്കുകയും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം ഉള്ളതും ഇല്ലാത്തതും വെച്ചുകെട്ടി കളവ് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെപ്പോലും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവം ഉള്ളവർ അല്ല, മറിച്ച് അഹ്സനുഹും അഖ്ലാഖാ, സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരാണ്? അവരാണ് അല്ലാഹുവിലേക്ക് അടുത്തത്. അല്ലാഹുവിന്റെ അമ്പിയാക്കളായ ആദം നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും ഇവിടെ സൽസ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിന്റെ പുറമെ ഏറ്റവും നല്ല സൽസ്വഭാവങ്ങൾ ഇവിടെ പഠിപ്പിച്ചു തീർക്കാൻ വേണ്ടിയാണ്, പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിയുക്തനാക്കപ്പെട്ടതെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സമ്മേളനത്തിൽ പങ്കെടുത്താൽ മാത്രം പോരാ, നമ്മൾ നിസ്കരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. നാം ആരെങ്കിലും ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ പറയുന്ന മജ്‌ലിസിൽ പോയി അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇരുന്നു പോവുകയോ ചെയ്താൽ തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ നാം കുറ്റക്കാരായി പോകും, നമ്മുടെ ഈമാൻ ഇല്ലാതെയായി പോകും. എന്തിനേറെ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ആത്മാവിനെ നശിപ്പിക്കുന്ന നഞ്ഞ്, ശരീരത്തെ നശിപ്പിക്കുന്ന വിഷം, പാമ്പ് കടിച്ചാലുള്ള വിഷം കൊണ്ട് ഈ ജഡത്തിന് കേടുവരും. ആ ജഡത്തിൽ നിന്ന് ചിലപ്പോൾ റൂഹ് തന്നെ മാറിക്കളയും. അങ്ങനെയാണ് പാമ്പിന്റെ വിഷം, പേരിന്റെ വിഷം, അതുപോലെ മറ്റ് വിശിച്ച സാധനങ്ങൾ. എന്നാൽ മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവിന് കേടുപറ്റുന്ന ഏറ്റവും വലിയ അസ്സുമ്മുൽ ഖാതിഉ, മനുഷ്യനെ കൊന്നുകളയുന്ന, മനുഷ്യന്റെ ആത്മാവിനെ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും വലിയ വിഷമാണ് കേട്ടോ ഉലമാക്കളെ മാംസം തിന്നൽ, ഉലമാക്കളെ കുറ്റം പറയൽ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ ഒരു ചങ്ങാതി തെറി പറഞ്ഞ്, പടച്ചവനെ, ഞാൻ എന്റെ ജീവിതത്തിൽ അത്രക്കരഞ്ഞൊരു സമയമുണ്ടായിട്ടില്ല താജുൽ ഉലമനെ പറ്റി പറഞ്ഞു. എന്ത് ഇവിടുത്തെ മുഴുവൻ കിതാബ് എഴുതാ ബേക്കലും ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ താജുൽ ഉലമയുടെ ശിഷ്യനാണ്. ഏറ്റവും വലിയ പണ്ഡിതൻ, ഏത് മസല ചോദിച്ചാലും പറയാൻ കഴിവുള്ള അദ്ദേഹം താജുൽ ഉലമയുടെ ശിഷ്യനാണ്. അതുപോലെ ബഹുമാനപ്പെട്ട
തങ്ങളും അബ്ബാസ് ഉസ്താദും ഇങ്ങനെയുള്ള വലിയ വലിയ ഏലിമീങ്ങൾ ധാരാളം അവിടുത്തെ ശിഷ്യന്മാരും ശിഷ്യന്മാരുമാണ് കാണാതെ ഇങ്ങനെ കുറിച്ചു നടത്താൻ കഴിവുള്ള ബഹുമാനപ്പെട്ട ഉള്ളാർത്ഥങ്ങളെ പറ്റി ഒരുത്തം പറഞ്ഞു, അയാളെന്ത് അയാൾക്ക് തീർച്ചയായിട്ടും അയാൾ അണ്ണാച്ചിക്ക് തീർച്ചയായിട്ടാനേ കഴിയുള്ളൂ എന്ന്. അത് ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയോട് പറഞ്ഞു. ആ വ്യക്തി അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി അവൻ 40 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ലോകത്തോട് വിട്ടുപോകും, പേടിക്കണ്ട. 38ാമത്തെ ദിവസം ഞാനിങ്ങനെ എണ്ണിക്കൊണ്ടുവന്ന് 38ാമത്തെ ദിവസം അവൻ ചൂട് തണിഞ്ഞു പോയി. ആരാണ് താജുൽ ഉലമ? നിങ്ങൾക്ക് തിരിയില്ല. ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ടവരെ കാണാൻ പോയി. എന്റെ കൂടെ തന്നെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. ആരാ ഏപ്പിയ? എവിടുന്ന് വരുന്നു? ഞാൻ നാട്ടിൽ നിന്ന് വരുന്നു. ഉടനെ അദ്ദേഹം എന്നോട് പറയുന്നത്, അൽഹംദുലില്ലാഹ് നിങ്ങളെല്ലാവരുടെയും ദുആ, ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ ദുആ എനിക്കുണ്ടായത് കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ സുഖമുള്ളത് എന്ന് പറഞ്ഞു. ഒറ്റ അസുഖവുമില്ല, ഒരു ഓർമ്മക്കേടുമില്ല. അപ്പൊ ഞാൻ അവിടുത്തോട് ചോദിച്ചു, ദലായിൽ ഖൈറാത്ത് എല്ലാ ദിവസവും ചെല്ലാറുണ്ടായിരുന്നല്ലോ, അത് ഇപ്പൊ ചെല്ലാറുണ്ടോ? ഓ, ഞാൻ ചെല്ലാത്ത ഒറ്റ ദിവസവും ഇല്ല, ഇന്ന് രാവിലെയും ചെല്ലിക്കുന്നു എന്ന് പറഞ്ഞു. ഖുർആൻ ഓതലുണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ. ഞാൻ ഇന്ന് ഓടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ 1 മാസം മുമ്പ് എന്നോട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാ ദിവസവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ആ സ്വലാത്തിൽ ആലിമീങ്ങളൊക്കെ ദായിമാക്കി വരുന്ന ദലായിലുൽ ഖൈറാത്ത് എല്ലാ ദിവസവും ചെല്ലുന്നവർ, പരിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ഒരു ആലിമ്, ഒരു സയ്യിദ്, ഒരു വലിയ വ്യക്തി ആരാണ് ഇവിടെ അത്രയുള്ളത് എന്ന് നോക്കിയാൽ വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെയുള്ള ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ പോലും ഒരു കാരണവുമില്ലാതെ അനാവശ്യമായി പറയുന്ന ആളുകൾ വരുമ്പോ നമ്മൾ അത് കേൾക്കാൻ പോകണ്ട. അതാണ് നമുക്ക് മറുപടി പറയാനൊന്നും ആവില്ല, നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളത് കേൾക്കാൻ പോകണ്ട. അങ്ങനെ തൊള്ളിത്തോണ്ടിട്ട് എന്തൊക്കെയാ പറയുന്നത്, എന്തെല്ലാം പറയുന്നത് നോക്കാൻ ഇങ്ങനെ പറഞ്ഞു നോക്കാൻ വേണ്ടി അത് പോയിക്കൂടാ. റീബത്ത് പറയുന്നവനെ, നമീമത്ത് പറയുന്നവനെ, ബുഹ്താൻ പറയുന്നവനെ നാം ഒരിക്കലും അനുകൂലിച്ചുകൂടാ. അവരെ പിന്നാലെ പോയിക്കൂടാ. അവരെ ശബ്ദം നാം കേട്ടാ അവരെ മേലിൽ ഇറങ്ങുമെന്നതിൽ സംശയമില്ല. ആ ലഅനത്തുകളുടെ കൂട്ടത്തിൽ നമ്മളായിപ്പോകരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏതാനും ചില സ്ഥലങ്ങളിൽ ഭൂമി കുലുക്കത്തിന്റെ ചെറിയ ഭൂമി അടയാളങ്ങൾ കണ്ടു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പരപ്പനങ്ങാടി, താന്നൂർ, ചാലിയം ഭാഗത്ത് ഏതാനും ദിവസങ്ങളായി ചെറിയ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് എത്രയോ സമയം ഇവിടെ വലിയ സുനാമി ഉണ്ടായി, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അതേ പ്രകാരം കാറ്റുണ്ടായി, ആളുകൾ മരിച്ചുപോയി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു പക്ഷേ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ടെലിവിഷൻ നോക്കിക്കൊണ്ട് ഇതെനിക്കൊരാൾ കാണിച്ചു തന്നു. ഏകദേശം 1000-ഓളം ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നിൽക്കുന്നു. ഒരൊറ്റ വെള്ളപ്പൊക്കം വന്ന് ഒരൊറ്റ കുട്ടി പോലുമില്ലാതെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി. നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായ സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, والأمانة مغنما والزكاة مغرما وتعلم لغير الدين وأطاع الرجل امرأته وعق أمه وأدنى صديقه وصاد القبيلة فاتكهم وكان زعيم القوم يرد لهم وشربت الخمور وظهرت القينات والمعازف ولعن آخر هذه الأمة أولها وارتقبوا عند ذلك ريحا حمراء وزلزلة وخطفا ومسخا وآيات تتابع كنظام قطع سلكه فتتابع. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി പറഞ്ഞിട്ടുള്ള ഒരുപാട് അടയാളം. ഈ അടയാളത്തിൽ പ്രധാനമായ ചില അടയാളങ്ങൾ നിങ്ങൾ നോക്കൂ. ഒന്ന്, കള്ളുകുടി വർദ്ധിക്കുക. ലോകത്ത് കള്ളുകുടി വർദ്ധിക്കുക. സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്യുന്നത് വർദ്ധിക്കുക. പുരുഷന്മാരെ പോലും
ചോദ്യം ചെയ്യാൻ ഇതാ ടെലിവിഷൻ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പുരുഷന്മാരെയും പണ്ഡിതന്മാരെയും ചോദ്യം ചെയ്യാനുള്ള സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്താൽ, അതുപോലെ കള്ളുകുടി ലോകത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ അവസാനത്തെ കൂട്ടർ മുൻഗാമികളെ കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന കാലഘട്ടവും വന്നാൽ നിങ്ങളതാ ചുവന്ന കാറ്റ് പ്രതീക്ഷിച്ചു കൊള്ളണം എന്ന് വേണ്ട. ഭൂമി പിടിച്ചു വിടുന്നതും ഭൂമി കുലുക്കലും അതുപോലെ ആളുകളെ കോലം മറിക്കലും അങ്ങനെ തുടങ്ങി ഒരു തസ്ബീഹ് മാലയെടുത്ത് അതിന്റെ നൂല് അറ്റിച്ചാൽ അതിന്റെ മണികൾ തുരുതുരെ വരുന്നത് പോലെ അല്ലാഹുവിന്റെ ശിക്ഷകളാകുന്ന ആയാത്തുകൾ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, നാം ഭിന്നിപ്പിൽ നിന്ന് മാറി നിൽക്കണം, അനൈക്യത്തിൽ നിന്ന് മാറി നിൽക്കണം. ഐക്യത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പറയാൻ ഒറ്റക്കെട്ടായി പണ്ഡിതന്മാരും ചെറുപ്പക്കാരും ആലിമീങ്ങളും കാരണവന്മാരും എല്ലാം മുന്നോട്ട് വരണം. ബിദ്അത്തുകാരൻ ബിദ്അത്ത് പറയുമ്പോൾ അത് ബിദ്അത്താണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ ഭിന്നിപ്പുണ്ടാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് നമ്മൾ ഉത്തരവാദിയല്ല. വിദ്യാർത്ഥികാരൻ വിദ്യാർത്ഥിയായിട്ട് വരുമ്പോ അത് വിദ്യാർത്ഥാണ്, മക്കളെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോ ഭിന്നിപ്പുണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മളല്ല ഭിന്നിപ്പ്, ആ വിദ്യാർത്ഥി കൊണ്ടുവരുന്നവനാണ്. അതുവരെ നടന്നു വന്ന ആശയം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തെറ്റാണെന്ന് ഒരൊറ്റ അടിക്ക് ഒരു ദിവസം നീ പറയുമ്പോ അവനാണ് വിദ്യാർത്ഥികാരൻ. ഖുർആനും സുന്നത്തും മതി ഞങ്ങൾക്ക്. കോരാക്കന്മാര് വേണ്ട, ഇമാമിയങ്ങൾ വേണ്ട എന്ന് പ്രസംഗിക്കുന്നത് കേട്ടാൽ എന്തൊരു മധുരമാണെന്നറിയോ. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവർ, നമുക്ക് ഹോജാക്കന്മാര് വേണ്ട, പണ്ഡിതന്മാര് വേണ്ട, ഞങ്ങൾക്കാരും പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ ഖുർആനും സുന്നത്തും മതി എന്ന് പറയുന്നത് കേട്ടാൽ എന്തൊരു രസമാണ്. ഒരു വൈദ്യൻ വന്നിട്ട്, ഒരു നാടൻ വൈദ്യൻ വന്നിട്ട് പറയുന്നു, ഇവിടെയുള്ള എല്ലാ ചികിത്സകളും തെറ്റാണ്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകും, റിയാക്ഷൻ ഉണ്ടാകും, അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല. ഹോമിയോ മരുന്ന് അതിൽ ചില കേടുകളുണ്ട്, അത് കഴിക്കാൻ പാടില്ല. പിന്നെ ആയുർവേദോ അതിങ്ങനെ ഒരുപാട് കാലം ഉപയോഗിക്കണം, അതും കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഒരാള് പറയാ ഒറ്റ മൂലിക, ഒറ്റ മരുന്ന്, അത് മാത്രമേ ലോകത്തിന് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാള് ഒരു ലോകത്തിന്റെ ഒരൊറ്റ മരുന്ന് കൊടുത്തു. ബാക്കി നിങ്ങൾ ഒറ്റ മരുന്ന് എടുത്തു കഴിക്കണമെന്ന് പറഞ്ഞു പോയി. ഞാൻ ചോദിക്കുന്നു സഹോദര, ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും കാട്ടിലേക്ക് കയറി അവരിഷ്ടമുള്ള ഒറ്റ മരുന്ന് പറിച്ചു കഴിക്കണമെന്നാണോ ഇതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. മറിച്ച് തഴക്കവും പഴക്കവും നൈപുണ്യവും സിദ്ധിച്ച അഗ്രഗണ്യരായ പ്രധാനപ്പെട്ട വൈദ്യന്മാരും ഡോക്ടർമാരും പറയുന്നതനുസരിച്ച് ഈ മരുന്ന് കഴിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നല്ലാതെ എല്ലാ അണ്ടനും അടകോടനും പൊട്ടനും കുരുടനും എല്ലാം ഖുർആനെടുത്തിട്ട് ഇങ്ങോട്ട് നോക്കി അതിൽ നിന്ന് മസാല പറയണം. ബേക്കലം ഇബ്രാഹിം മുസ്ലിയാർ അടുക്കൽ ഒരാൾ വന്നു, ഉസ്താദെ ഞാനിക്കൊല്ല അജിന് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എനിക്ക് മസാല ഒന്ന് അറിയണം. ഖുർആനും എടുത്ത് ഇതിലുണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ ശേഷം പറഞ്ഞ ആളാണ് അറിയാം. അപ്പൊ ഖുർആൻ എടുത്ത് നമ്മൾ കൊടുത്തു, ഇതിലുണ്ട് എന്ന് പറഞ്ഞു. തിരിച്ചു മറിച്ച് തിരിച്ചു നോക്കുമ്പോ ഉസ്താദ് ഇതിൽ നിന്നും തിരിയുന്നില്ല, മനസ്സിലാകണില്ല എന്ന് പറഞ്ഞിട്ട് നല്ല കിതാബുകൾ 1000 കിതാബ് വെച്ച കുത്തുബ് ഖാനയിൽക്ക് ഇട്ടിട്ട് ഒരൊറ്റ അടക്കൽ നോക്കിവിടും.
ഇവരുണ്ട് അറിയുന്നത് കിതാബ് എങ്ങനെയോ പിടിക്കേണ്ടത് എങ്ങനെയോ പിടിക്കേണ്ടത് അതുവരെ അറിയുന്നില്ല. അങ്ങനെ നോക്കി 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 എന്തായിട്ടും അജിന്റെ മസാല കാണുന്നില്ല. അവസാനം ഇവൻ വന്നിട്ട് പറയുന്നു, ഉസ്താദേ കൊല്ലത്തെ ഹജ്ജ് കഴിഞ്ഞുപോയി, ആയത്തിലും ഹദീസിലൊന്നും മസാല കാണുന്നില്ല. എന്ത് മസാല? ഇവന് ഖുർആൻ ഓതാൻ തന്നെ അറിയാത്ത മനുഷ്യരാണ്, പടു മനുഷ്യനാണ്. ഇവനിങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പിടിക്കും. അപ്പോ മെല്ലെ ഇബ്രാഹിം ഉസ്താദ് ഒരു കുട്ടിയെ വിളിച്ചിട്ട് മോനെ ഒരു ഒന്തെടുത്തെന്താന്ന് പറഞ്ഞു. ഒന്ത കൊണ്ടുവന്ന് അങ്ങനെ അതാ മെല്ലെ ചെറുപ്പ നിലക്ക് ഫുറൂദുൽ ഹജ്ജ്, ശുറൂത്തുൽ ഹജ്ജ്, അങ്ങനെ ഫർളുകളും ഷർത്തുകളും അർക്കാനുകളും ഒക്കെ ചെറിയ നിലക്ക് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ ഖുർആനും സുന്നത്തും എടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് എടുക്കണമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമെന്ന് അപ്പോഴാണ് ഈ വിഡ്ഢിയങ്ങയ മനുഷ്യന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇവിടുത്തെ ബിദ്അത്തുകാരൻ വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി വന്ന് നിങ്ങളോട് ഉപദേശിച്ചു തരുമ്പോൾ നിങ്ങളതിൽ പെട്ടുപോകരുത്. ഖുർആനും സുന്നത്തും തന്നെയാണ് കേട്ടോ ഞങ്ങളെല്ലാം പറയുന്നത്. ഞങ്ങളെ ഉസ്താദുമാര് പറഞ്ഞത്, അവരെ ഉസ്താദുമാര് പറഞ്ഞത്. അങ്ങനെ അൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞിട്ടുള്ളതെല്ലാം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്നെയാണ് കേട്ടോ. ആ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാക്കളെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളും ഞാനും പ്രവർത്തിക്കുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുക. അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുക. ഇപ്പോ അബ്ബാസ് ഉസ്താദ് പറഞ്ഞു, നമ്മൾ പണ്ട് സ്ഥലം വാങ്ങിയ കഥ പറഞ്ഞു. അന്ന് ചെറിയ കാശ് മതിയായിരുന്നു. മർക്കസ് സഖാഫത്തി സുന്നിയക്ക് 1977 ഞങ്ങൾ സ്ഥലം വാങ്ങിയത് ഒരു സെന്റിന് 300 രൂപ കൊടുത്തിട്ടാണ്. വെറും 300 രൂപ കൊടുത്തിട്ടാ ഒരു സെന്റ് ഭൂമി. ഇന്ന് അവിടെ 3 ലക്ഷത്തിനും കിട്ടൂല, 10 ലക്ഷത്തിനും കിട്ടൂല ഒരു സെന്റ് ഭൂമി. അങ്ങനെ വില കൂടിപ്പോയി. അബ്ബാസ് മുസ്ലിയാർ വലിയ ഭാഗ്യവാനാണ് എന്നുള്ളതിലേക്ക് ഓരോ തെളിവും വരിക. ഇപ്പൊ ഒരു ഭൂമി വാങ്ങിയിട്ടുണ്ട്, 2 ഏക്കർ സ്ഥലം, വെറും 15,000 ഉറുപ്പിക ഒരു സെന്റിനുള്ളൂ എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ്. ഞാനത് കേട്ടപ്പോ വളരെ അത്ഭുതപ്പെട്ടു പോയി. എന്തിനു പറ്റൂന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയും, പാറക്കല്ല് ഒന്നല്ല, നല്ല മണ്ണുള്ള സ്ഥലമാണ്, റബ്ബർ വെക്കാനും കൃഷി ഉണ്ടാക്കാനും നമുക്ക് സ്ഥാപനത്തിന് വരുമാനം ഉണ്ടാക്കാനും കഴിയും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ 15 ഉറുപ്പിക ഒരു സെന്റിന് എന്ന് പറയുമ്പോ ഇവിടെ കൂടിയ ഒരുപാട് ആളുകൾക്ക് അതിന് കൊടുക്കാൻ കഴിയും. ഒരു സെന്റ് വീതം കൊടുക്കും. ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ. ഒരു സെന്റ് ഇൻഷാ അല്ലാഹ് അതിന്റെ പൈസ 15,000 രൂപ ഞാൻ തരും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആരാ തരാ മജീദാജി? മജീദാജി 5 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിലൊക്കെ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ആമീൻ. നിങ്ങൾ ബഖീൽത്തര കാണിക്കണ്ട, ആമീൻ പറയണോ? അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. പിന്നാരാ? വേഗം പെട്ടെന്ന്. ബാംഗ്ലൂര് അൽമദീനന്റെ പ്രസിഡന്റ് ബാംഗ്ലൂരിലെ 2 സെന്റ് മരണപ്പെട്ടു.